ചേലക്കര മണ്ഡലത്തിലെ വിവരങ്ങളുമായി ഭദ്ര ചന്ദ്രൻ ഇപ്പോൾ ചേരുന്നുണ്ട്. ഭദ്ര, എങ്ങനെയാണ് ചേലക്കര മണ്ഡലത്തിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും മാദ്ര, ഇപ്പോൾ 50% പിന്നിട്ടിരിക്കുന്നു. 50.86 നിലവിലെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. നമുക്കറിയാം, രാവിലെ ചെറിയ മന്ദഗതിയിലായിരുന്നുവെങ്കിൽ പോലും അതിനുശേഷം പിന്നീട് അങ്ങോട്ട് വലിയ രീതിയിലുള്ള, അതായത് മികച്ച ഒരു പോളിംഗ് തന്നെയായിരുന്നു ചേലക്കര മണ്ഡലത്തിലും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വയനാട് പോലെ തന്നെ വയനാടിനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്നു ചേലക്കരയിലെ ഒരു പോളിംഗ് ശതമാനം എന്ന് കൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ സൂചിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ ഏതൊക്കെ ബൂത്തുകളിലെ കണക്കുകൾ കൂടി ഒന്ന് സൂചിപ്പിക്കാം. അതായത് ചേലക്കരയിൽ 49.9, ദേശമംഗലത്ത് 49.5, കൊണ്ടാഴി 51.9, മുള്ളൂർക്കര 48.5, പാഞ്ഞാൾ 49%, പഴയന്നൂരിൽ 50%, തിരുവല്ലാമലയിൽ 49. തിരുവല്ലാമല എന്ന് പറയുമ്പോൾ അത് കെ ബാലകൃഷ്ണൻ്റെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ ബാലകൃഷ്ണൻ്റെ ബൂത്ത് കൂടിയാണ്. അവിടെ ചെന്നാണ് അദ്ദേഹം തൻ്റെ സമ്മതിദാനം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവിടെയാണ് 49%. വള്ളത്തോൾ നഗറിൽ 50, വരവൂരിൽ 51. ഇങ്ങനെയാണ് നിലവിലെ ഒരു പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. രാവിലെ മുതൽക്ക് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തിരക്കൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പല ബൂത്തുകളിലും നീണ്ട നിര ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. സംവിധായകൻ ലാൽ ജോസ് അടക്കം വന്ന് വോട്ട് രേഖപ്പെടുത്തി പോകുന്ന ദൃശ്യങ്ങളും കേരള വിഷൻ ന്യൂസ് പുറത്തുവിട്ടിരുന്നു. അത്തരത്തിൽ എല്ലാവരും തന്നെ വളരെയധികം സജീവമായി തന്നെ തങ്ങളുടെ സമ്മതിദാനം രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും 6 മണി വരെയാണ് നമുക്ക് ഈ വോട്ട് രേഖപ്പെടുത്താനുള്ള സമയം നൽകിയിട്ടുള്ളത്. എന്തായാലും അതിനുള്ളിൽ തന്നെ ഒരുവിധം എല്ലാവരെയും എത്തിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു നെട്ടോട്ടത്തിൽ തന്നെയാണ് പ്രവർത്തകർ ഉള്ളത് എന്ന് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു ആതിര. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ വോട്ടർമാരുടെ അടുത്തേക്ക് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ എത്തുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നോക്കുമ്പോൾ UR പ്രദീപിനും അതുപോലെ തന്നെ കെ ബാലകൃഷ്ണനും അവിടെ വോട്ട് ഉണ്ടെങ്കിലും രമ്യ ഹരിദാസിന് വോട്ട് ഇവിടെയല്ല, ആലത്തൂർ മണ്ഡലത്തിലാണ് അവർക്ക് വോട്ട് ഉള്ളത്. എന്നിരുന്നാൽ പോലും ഈ വോട്ടർമാർക്കിടയിലൊക്കെ തന്നെ സ്ഥാനാർത്ഥികൾ എപ്പോഴും സജീവമായി തന്നെ നിൽക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാലത്ത് ചെറിയ രീതിയിൽ ഈ അന്തരീക്ഷമൊക്കെ മഴക്കാറ് ഉണ്ടായിരുന്നുവെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് അതെല്ലാം വകമാറ്റിക്കൊണ്ടായിരുന്നു ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ചില വയനാടിനൊക്കെ സംബന്ധിച്ചിടത്തോളം ചില തകരാറുകൾ, യന്ത്ര തകരാറുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൊരു വസ്തുത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പരമാവധി എത്തിച്ചേരാനും വോട്ട് രേഖപ്പെടുത്തി വേഗം തന്നെ തിരിച്ചു പോകാനും ഒക്കെയുള്ള ഒരു സൗകര്യവും ഉണ്ട് എന്നുള്ളത് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും തങ്ങളുടെ സമ്മതിദാനം പെട്ടെന്ന് തന്നെ ഉറപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആതിര. മാത്രമല്ല, നമുക്ക് ഈ പശ്ചാത്തലമൊക്കെ പറയുമ്പോൾ കാലത്ത് തൊട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്, ഒരു ഗ്രാമപ്രദേശം കൂടിയാണ് ചേലക്കര. വ്യക്തമായിട്ട് രാഷ്ട്രീയ പശ്ചാത്തലമുള്ള, അല്ലെങ്കിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെയധികം ബോധമുള്ള ആളുകൾ തന്നെയാണ് ചേലക്കരയിലുള്ളവർ. അതുകൊണ്ട് തന്നെ ഏത് ഭാഗത്തേക്കായിരിക്കും ഇനി ചേലക്കരക്കാർ മാറി ചിന്തിക്കുക, അല്ലെങ്കിൽ 28 വർഷത്തെ ആ ഒരു LDFൻ്റെ ഒരു പ്രാതിനിധ്യം അത് അവിടെ തുടരുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ നമുക്കറിയാം, വലിയ രീതിയിൽ സർക്കാരിനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുള്ള ഒരു സമയം കൂടിയായിരുന്നു. എങ്കിൽ പോലും ഇപ്പോൾ കെ രാധാകൃഷ്ണൻ അടക്കം, അതായത് UR പ്രദീപിൻ്റെ ഒരു കൂടെ നിന്നുകൊണ്ട്, ഒരു തോളിൽ കൈയിട്ടുകൊണ്ടായിരുന്നു രാധാകൃഷ്ണൻ ഈ പ്രചാരണ രംഗത്തൊക്കെ തന്നെ സജീവ സാന്നിധ്യമായിട്ട് ഉണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞത്, താൻ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ തുടർന്നുമുണ്ടാകും. ഒരുപക്ഷെ ആ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പ്രചാരണ രംഗത്ത് ഇടതുപക്ഷം സജീവ സാന്നിധ്യമായിട്ടുണ്ടായിരുന്നത്. മുഖ്യമന്ത്രി അടക്കം വന്ന് ക്യാമ്പ് ചെയ്ത് ഉള്ള ഒരു പ്രചാരണ രംഗം കൂടിയായിരുന്നു. ഒരു പക്ഷേ ചെറിയൊരു ഭയം ഉണ്ടോ എന്നുകൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ പോലെയൊന്നുമല്ല, കുറച്ചും കൂടി ടൈറ്റ് കോമ്പറ്റീഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ്റെ എതിരാളിയായി നിന്നിരുന്ന രമ്യ ഹരിദാസാണ് ഇപ്പോൾ ഈ ചേലക്കര മണ്ഡലത്തിൽ UR പ്രദീപിൻ്റെ മുഖാമുഖം വന്ന് നിൽക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന് BJPയുടെ കടന്നുവരവാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ പോലെയല്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടുകൂടി BJPക്ക് കേരളത്തിൽ കൂടുതൽ പ്രഭാവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ അവർ പറയുന്ന ഒരു കാര്യവും അതുതന്നെയാണ്. തൃശ്ശൂരിൽ എങ്ങനെയാണോ സുരേഷ് ഗോപി സീറ്റ് പിടിച്ചെടുത്തത് ആ ഒരു രീതി പിന്തുടർന്നുകൊണ്ട് ചേലക്കരയിലും സീറ്റ് പിടിക്കാനുള്ള ഒരു തന്ത്രങ്ങൾ മെനയുകയായിരുന്നു BJP എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ തന്നെ അവർ അതായത് സ്ഥാനാർത്ഥിയൊന്നും പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ സജീവമാക്കിയിരുന്നു എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഉറപ്പിക്കാൻ കഴിയില്ല ചേലക്കരയിൽ എങ്ങനെയായിരിക്കും, ആരായിരിക്കും ജയിക്കുക, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് ജനങ്ങൾ വിധി എഴുതുന്നത് എന്നൊന്നും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. ഒരു പക്ഷേ 28 വർഷത്തെ ഭരണ തുടർച്ച അത് നിലനിൽക്കുകയാണെങ്കിൽ അത് LDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഒരുപക്ഷെ മാറ്റി ചിന്തിക്കാനും സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ NDAക്ക് നറുക്ക് വീഴുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ അതൊരു ചരിത്രമായി മാറുകയും ചെയ്യും. ആതിര. ശരി ഭദ്ര.